എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബാക്ക് സൈറ്റ് മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. അതായത് നമ്മൾ സ്റ്റേഷൻ്റെ ഒരു അറിയാവുന്നൊരു കൺട്രോൾ പോയിൻറ്റിൻ്റെ മുകളിൽ മെഷീൻ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ബാക്ക് സൈറ്റ് രീതിയിൽ നമ്മൾ എങ്ങനെ മെഷീൻ സെറ്റ് ചെയ്യുന്നതെന്ന് ഈ ലേക്കയിലും ടോപ്പ് കോണിലും ഏതാണ് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാം. ഇതിപ്പം ടോപ്പ് കോണിൽ വരുവാണെങ്കിൽ ടോപ്പ് കോണിൽ ഇത് കോഡ്സിലാണ് കിടക്കുന്നത്. നേരെ നമ്മൾ കോഡ്സിൽ വരിക. ഈ പേജ് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കോഡ്സ് വരും. ആ കോഡിൽ വരിക. കോഡിൽ വന്നിട്ട് ഒക്വേഡ് ഓറിയൻറ്റേഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്റ്റേഷനില്ലേ, ഈ ഒരു സ്റ്റേഷനാണ് ഇവിടുത്തെ നമ്പർ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇത് ഡയറക്റ്റാണ് ഈ മെഷീനിൽ പോകുന്നത്. ടോപ്പ് കോണിൽ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും പോകുന്നത്. അതായത് അധികം പ്രൊസീജിയർ കാണുകയില്ല. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പം ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് നമ്മളിപ്പം 1000 എന്നുള്ള കോർഡിനേറ്റ് കൊടുത്തു, 1000 എന്നുള്ള കോർഡിനേറ്റ് കൊടുത്തു, ഈ 3 കോർഡിനേറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് സൈറ്റ് ചെയ്യുന്ന ഏത് പോയിൻ്റാണ്, അതായത് ഈ സ്റ്റേഷൻ്റെ പോയിൻ്റ് ഇപ്പോൾ കൊടുത്തു. ഇനി ബാക്ക് സൈറ്റ് ചെയ്യാനായിട്ട് ഈ BSNEZ എന്ന് പറയുന്ന ഈ പോയിൻ്റ് കൊടുക്കുക. അതിൽ നമുക്ക് കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് സൈഡിൻ്റെ കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റ് നമ്മൾ ഒരു എക്സാമ്പിളിന് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് സൈറ്റിൽ ആ ബാക്ക് സൈറ്റ് കറക്റ്റ് പോയിൻറ്റിലോട്ട് നമ്മൾ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ ടെലസ്കോപ്പ് കറക്റ്റ് നമ്മൾ പ്രിസം പിടിച്ചിട്ട് പ്രിസത്തിൻ്റെ സെൻറ്ററാക്കുക. സെൻറ്ററാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ ഓക്കെ പ്രസ് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മെഷീൻ ആ രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് നേരെ ഒബ്സർവേഷനിൽ പോവുക. ഒബ്സർവേഷനിൽ പോയിട്ട് നമുക്ക് ശരിയാണോ എന്നറിയാനായിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതാണ് അവിടെ കിട്ടുന്നതെന്നുള്ളത്, ഏതാണ് നമുക്ക് കോർഡിനേറ്റ് കിട്ടുന്നതുള്ളത്. കറക്റ്റ് ആ കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ ആ സ്റ്റേഷൻ നേരെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആ കോർഡിനേറ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എറർ നമുക്ക് ഫോക്കസ് ചെയ്ത് നോക്കി എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ ബാക്ക് സൈഡ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ TSലോട്ട്, അതായത് ടോട്ടൽ സ്റ്റേഷൻ ലേക്കയുടെ ടോട്ടൽ സ്റ്റേഷനിലോട്ട് വരികയാണെങ്കിൽ ഇത് നേരെ സെറ്റപ്പിലോട്ട് പോവുക. സെറ്റപ്പിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രീനിൽ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ റീസെക്ഷൻ ഹെൽമെറ്റ്, ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസുകൾ കാണും. അതിൽ നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത്, അതായത് ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിൾ, ഓറിയൻറ്റേഷൻ വിത്ത് കോർഡിനേറ്റ്, ഈ കോർഡിനേറ്റാണ് നമുക്ക് വേണ്ടത്. ഓറിയൻറ്റേഷൻ വിത്ത് കോർഡിനേറ്റ് അതിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റേഷൻ എത്രയാണെന്ന് ചോദിക്കും. ആ സ്റ്റേഷൻ്റെ പോയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ലിസ്റ്റിന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിന് A എന്ന് കൊടുക്കാം. ഓക്കെ, ഫിക്സ് പോയിൻ്റ് അത് A ഓൾറെഡി കിടപ്പുണ്ട്. ഓക്കെ, A1 ഇങ്ങനെ സ്റ്റേഷൻ കൊടുക്കുക. ഓക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് A1 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഇല്ല. അപ്പം നമ്മൾ ഇതിന് A1 ഇതിൻ്റെ കോർഡിനേറ്റ് എത്രയാണോ അത് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ കോർഡിനേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്റ്റേഷനിലെ കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി മെഷീൻ്റെ ഹൈറ്റ് HI എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ബോട്ടം തൊട്ട് നമ്മുടെ സ്റ്റേഷൻ്റെ ചുവട് തൊട്ട് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ്റെ ഈ ഒരു വരയുണ്ട്, ഇവിടെ വരെയുള്ള ഹൈറ്റാണ് മെഷീൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സൈഡിലും ആ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈന് നേരെ നമ്മൾ ടേപ്പ് പിടിക്കുക, മീറ്റർ പിടിക്കുക, ഇതുവരെയുള്ള ഹൈറ്റ് എടുക്കുക. അത് എത്രയാണെന്ന് പറഞ്ഞാൽ ഇതിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 1500 തന്നെ കിടക്കട്ടെ തൽക്കാലം. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഏതാണോ ടാർഗറ്റ് ചെയ്യേണ്ട പോയിൻറ്റ് അതിലെ പോയിൻ്റ് ഐഡി കൊടുക്കുക. അത് നമുക്ക് B എന്ന് കൊടുക്കാം. B എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ ആ പോയിൻറ്റിനും കോർഡിനേറ്റ് ഇല്ല. അതിന് ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ അതിന് കോർഡിനേറ്റ് കൊടുക്കുക. 1001, 101. ഓക്കെ, ഇത് കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ നേരെ എവിടെയാണ് നമ്മുടെ പോയിൻ്റ് അതിന് നേരെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിന് ശേഷം ഈ മെഷർ കൊടുക്കുക. മെഷർ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ആക്യുറേറ്റ് പൊസിഷൻ ഏതാണ്, ഇനിയിപ്പോൾ കൂടുതൽ പോയിൻ്റ് എടുക്കാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ നമുക്ക് ഒരൊറ്റ പോയിൻ്റ് വെച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. കാരണം ബാക്ക് സൈഡിൽ ഒരു പോയിൻ്റ് എടുത്തു, ആ പോയിൻറ്റിൽ F4 ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്നത് ഈ മെഷീൻ്റെ ഇവിടുത്തെ ഉള്ള പോയിൻറ്റ്സും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പേജ് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എറർ എത്ര ഉണ്ടെന്ന് അറിയാം. കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് ഒരു പോയിൻ്റ് എടുത്ത് അടിക്കുന്നേ ഉള്ളൂ. ഇത് ചുമ്മാ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ ഈ രീതിയിൽ സെറ്റാകും. ഇപ്പോൾ കണ്ടില്ലേ, അതായത് ഇതിപ്പോൾ ന്യൂ ഓൾഡ് ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അടിച്ചേക്കുന്ന പോയിൻ്റ് നമ്മൾ ഓൾഡ് കൊടുത്തിരിക്കുന്ന ഹൈറ്റ്
ഇപ്പോൾ കിട്ടിയേക്കുന്ന ഹൈറ്റ്, ഈ ഹൈറ്റിൻ്റെ ഡിഫറൻസാണ്, ഇത്രയും വ്യത്യാസമുണ്ട്. 39-40 സെൻറ്റിയോളം 39 സെൻറ്റിയോളം വ്യത്യാസമുണ്ട്. ഇതിൽ ഓക്കെ കൊടുത്ത് വേണം നമുക്ക് ഓൾഡിനെ ഫോളോ ചെയ്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് ന്യൂ കൊടുത്തിട്ട് ഈ പുതിയ ലെവലിനെ ഫോളോ ചെയ്ത് പോകാം. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷൻ ഓറിയൻറ്റേഷൻ സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ബാക്ക് സൈറ്റ് മെത്തേഡിൽ ചെയ്യുക. താങ്ക് യു.